അപ്പം അടുത്തത് 210 തൊട്ട് 214 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പം ഇതൊക്കെ സന്നിപാത ജ്വരത്തിൽ ഉപയോഗിക്കുന്ന കഷായങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് വായിക്കാം. ബൃഹത്യവും വത്സകം മുസ്തം ദേവദാരു മഹൗഷധം കോലവല്ലീച്ച യോഗോയം സന്നിപാത ജ്വരാപഹ. അപ്പോൾ ഇവിടെ ചെറുവഴുതിന, കുടകപ്പാലരി, മുത്തങ്ങ, ദേവദാരം, ചുക്ക്, കോലവല്ലി ഇത് സന്നിപാത ജ്വരത്തിന് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത വരി നോക്കാം. ഷഡി പുഷ്കരമൂലം ച വ്യാഘ്രി ശൃംഗി ധുരാലഭ ഗുഡൂചീനാഘരം പാട കിരാതം കടുരോഹിണി ഏഷ ഷാഠ്യാധികോ വർഗ സന്നിപാത ജ്വരാപഹ. അപ്പോൾ ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ള കച്ചൂരിക്കിഴങ്ങ്, പുഷ്കരമൂലം, ചെറുവഴുതിന വേര്, കർക്കടക ശൃംഗി, കുടിത്തൂവ, ചിറ്റമൃത്, ചുക്ക്, പാടക്കിഴങ്ങ്, കിരിയാത്ത്, കടുകരോഹിണി. അപ്പോൾ ഈ 10 കൂടിയതിന് ഷഡ്യാദിവർഗം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു അഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ പഥ്യാദിവർഗം എന്നും പറയുന്നുണ്ട്. അതായത് ഷഡിക്ക് പകരം കടുക്ക ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. എന്തായാലും ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഷഡി ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഷഡ്യാദിവർഗം ഈ 10 മരുന്നുകളും കൂടി ഇതുള്ളതാണ്. അപ്പോൾ ഈ ഷഡ്യാദിവർഗം സന്നിപാത ജ്വരത്തിന് ഏറ്റവും നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ കാസ ഹൃദ്ഗ്രഹ പാർശ്വാർത്തി ശ്വാസതന്ത്രാസു ശശ്യതേ. അപ്പോൾ ചുമ, ഹൃദയഗ്രഹം, നമ്മുടെ വാരിഭാഗത്തുള്ള വേദന, ശ്വാസമുട്ടൽ, തന്ത്ര ഇതുകളൊക്കെ ശമിപ്പിക്കാൻ ഈ പറയുന്ന യോഗം വളരെ നല്ലതാണ്. അവസാനത്തെ 4 വരിയിലേക്ക് കിടക്കാം. ബൃഹത്യൗ പൗഷ്കരം ഭാർഗി ഷഡീ ശൃംഗി ധുരാലഭ വത്സകസ്യ ച ബീജാനി പടോലം കടുകരോഹിണി ബൃഹത്യാദിഗണ പ്രോക്ത സന്നിപാതജ്വരാപഹ കാസാദിഷു ച സർവേഷു ദദ്യാത് സൗഭദ്രവേഷു ച. ഇപ്പോൾ ഇവിടെ പറയുന്നത് ചെറുവഴുതിന വേര്, വെള്ളോട്ടു വഴുതിന വേര്, പുഷ്കരമൂലം, ചെറുതേക്കിൻ വേര്, കച്ചൂരിക്കിഴങ്ങ്, കർക്കടക ശൃംഗി, കൊടിത്തൂവ വേര്, കുടകപ്പാലരി, കൈപ്പമ്പടവലവള്ളി, കടുകരോഹിണി ഈ 10 കൂടിയതാണ് ബൃഹത്യാദിഗണം. ബൃഹത്യാദി കഷായം എന്നുള്ള പേരിൽ മാർക്കറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ ബൃഹത്യാദിഗണമാകുന്നു. ഇത് സന്നിപാത ജ്വരത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുൻപ് പറഞ്ഞ കാസാദി രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ഉപദ്രവവ്യാധികൾ